1968 ഒരു തണുത്ത സായാഹ്നം കേംബ്രിഡ്ജ് സർവകലാശാലയുടെ തിരുമുറ്റത്ത് വെച്ച് അന്നത്തെ 19കാരിയായ ആ ഇറ്റാലിയൻ പെൺകുട്ടി ഒരു പൈലറ്റ് വിദ്യാർത്ഥിയുടെ കണ്ണുകളിലേക്ക് നോക്കി. പ്രണയത്തിന്റെ മനോഹരമായ നിമിഷത്തിൽ താൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ തറവാട്ടിലെ മരുമകളാകാൻ പോവുകയാണോ എന്നോ വരും കാലത്ത് ഒരു രാജ്യത്തിന്റെ തന്നെ വിധിയെഴുതുന്ന ശക്തിയായി മാറുമെന്നവർ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ഇന്ന് വർഷങ്ങൾക്കിപ്പുറം തന്റെ ഓർമ്മകളുടെ ചെപ്പു തുറന്ന സോണിയാഗാന്ധി ലോകത്തോട് സംവദിക്കുകയാണ്. ബിലോങ് എ ജേർണി ഓഫ് ലവ് എന്ന തന്റെ ഓർമ്മക്കുറിപ്പുകളിലൂടെ ഒരു വിദേശ രാജ്യത്ത് ജനിച്ച് ഭാരതത്തിന്റെ നെഹ്റു കുടുംബത്തിലേക്ക് വിവാഹം കഴിച്ചെത്തിയ നിമിഷം മുതൽ സോണിയാഗാന്ധിയുടെ ജീവിതം ഒരു കാറ്റടിച്ച കടൽ പോലെ മാറുകയായിരുന്നു. പട്ടുസാരികൾ ഉടുക്കാൻ ശീലിച്ചും ഹിന്ദി ഭാഷ പഠിച്ചും ഇന്ത്യൻ ഭക്ഷണ രീതികൾ സ്വീകരിച്ചും അവർ പൂർണ്ണമായിട്ടും ഒരു ഭാരതീയ വനിതയായിട്ട് മാറി. രാജീവ് ഗാന്ധി ഒരു കൊമേഴ്സ്യൽ പൈലറ്റായി ജോലി ചെയ്തിരുന്ന ആ കാലത്ത് ഒരു സാധാരണ കുടുംബത്തിന്റെ സമാധാനവും സന്തോഷവും മാത്രമായിരുന്നു അവർ ആഗ്രഹിച്ചത്. പക്ഷെ വിധിയുടെ ക്രൂരമായ അമ്പുകൾ ആ സന്തോഷത്തിന്മേൽ ഒന്നൊന്നായി പതിക്കാൻ തുടങ്ങി. 1980 സഞ്ജയ് ഗാന്ധിയുടെ അപ്രതീക്ഷിത മരണം ആ കുടുംബത്തിൽ വലിയൊരു ആഘാതം സൃഷ്ടിച്ചു. അധികം വൈകാതെ 1984 സ്വന്തം അംഗരക്ഷകരുടെ വെടിയേറ്റ് വീണ് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ രാജ്യം തന്നെ വിറച്ചു. രാഷ്ട്രീയത്തിലേക്ക് വരാൻ ഒട്ടും താല്പര്യമില്ലാതിരുന്ന രാജീവ് ഗാന്ധിക്ക് മാതൃരാജ്യത്തിന് വേണ്ടി പ്രധാനമന്ത്രി പദം ഏറ്റെടുക്കേണ്ടി വന്നു. സ്വകാര്യത മാത്രം കൊതിച്ച സോണിയയുടെ ജീവിതത്തിലേക്ക് രാഷ്ട്രീയത്തിന്റെ അശാന്തമായ കൊടുങ്കാറ്റുകൾ അടിച്ചുകയറിയത് അപ്പോഴായിരുന്നു. തുടർന്ന് 1991 മെയ് മാസത്തിലെ ആ കറുത്ത ദിനം തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിൽ വെച്ച് LTTE ചാവേർ ആക്രമണത്തിൽ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടു. സ്വന്തം ജീവന്റെ പകുതി നഷ്ടപ്പെട്ട സോണിയയുടെ ലോകം അവിടെ തകിടം മറിഞ്ഞു. വേദനയുടെയും കണ്ണീരിന്റെയും വൻകരയിൽ അവർ തനിച്ചായി. എങ്കിലും തകർന്നു പോയ ഒരു പ്രസ്ഥാനത്തെയും രാജ്യത്തിന്റെ പ്രതീക്ഷകളെയും മുന്നിൽ കണ്ടുകൊണ്ടവർ ഹൃദയവേദന കടിച്ചു പിടിച്ചു. അവർ പിന്നീട് പൊതുപ്രവർത്തനത്തിന്റെ മധ്യത്തിലേക്ക് നടന്നിറങ്ങി. കോൺഗ്രസ് പാർട്ടിയിൽ ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷ പദവിയിലിരുന്ന നേതാവായി അവർ പിന്നീട് മാറി. 2004 അധികാരം കയ്യെത്തും ദൂരത്ത് നിൽക്കുമ്പോഴും പ്രധാനമന്ത്രി പദം നിരാകരിച്ചവർ കാട്ടിയ ത്യാഗം ലോകരാഷ്ട്രീയത്തെ തന്നെ അമ്പരപ്പിച്ചു. ഹൃദയവേദനയും വലിയ നഷ്ടങ്ങളുമാണ് എന്നെ പൊതുപ്രവർത്തനത്തിലേക്ക് തള്ളിവിട്ടത്. ജീവിതത്തെക്കുറിച്ച് എഴുതുക എളുപ്പമായിരുന്നില്ല. സോണിയുടെ വാക്കുകളിൽ ഒരു ജീവിതകാലം മുഴുവൻ പേറിയ വേദനയുടെ കനൽ തിളങ്ങുന്നുണ്ട്. അധികാരത്തിന്റെ ഇടനാഴിയിലെ സത്യങ്ങളും നെഹ്റു കുടുംബത്തിന്റെ മനുഷ്യസഹജമായ വീഴ്ചകളും 6 പതിറ്റാണ്ടിന്റെ ചരിത്രമാറ്റങ്ങളും ഈ പുസ്തകത്തിൽ അവർ തുറന്നെഴുതുന്നു. ഇന്ന് കോൺഗ്രസ് പ്രസ്ഥാനം വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ സോണിയാഗാന്ധിയുടെ ഈ ഓർമ്മക്കുറിപ്പുകൾ പുറത്തു വരുന്നത് കേവലം ഒരു പുസ്തക പ്രകാശനമായിട്ടല്ല, മറിച്ച് പതറാത്ത ഒരു അധ്യായത്തിന്റെ വീണ്ടെടുപ്പാണ്. കൊടുങ്കാറ്റുകളിൽ തകരാത്ത ആ ജീവിതകഥ വരും നാളുകളിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരു വലിയ ഉത്തേജനമാകുമെന്നതിൽ ഇനി ഒട്ടും സംശയം വേണ്ട.